ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡിന്റെ തകർച്ചയ്ക്ക് സത്വര പരിഹാരം കാണണമെന്ന് കോൺഗ്രസ്. ആവശ്യമുന്നയിച്ച് റോഡിൽ വാഴ നട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ലക്കിടിപ്പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് പൂർണ്ണ തകർച്ചയിലായത്. പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പെരുകുകയാണ്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികർക്ക് വീണ പരിക്കേറ്റിരുന്നു. UP സ്കൂൾ, സദനം TTC, പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രം, സദനം കഥകളി അക്കാദമി, പേരൂർ കൈപ്പയിൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ തകർന്ന പാതയിലൂടെ ദുരിതം ചുമന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. പല കാലങ്ങളിലും ഇതിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അർദ്ധരാത്രിയൊക്കെ വരിക, അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ വളരെ വലിയ അപകടങ്ങളാണ് വരുന്നത്. പരിചയമുള്ളവർക്കും അപകടം പറ്റുന്നുണ്ട്. തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗത്തിന് വേണ്ടി പുറത്തേക്ക് വരണമെങ്കിലും ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് വേണം പത്തിരിപ്പാലയ്ക്ക്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഈ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഇത്രയും ശോചനീയ അവസ്ഥ. നിരന്തരം ഇവിടെ വെള്ളക്കെട്ട്, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഓട ഏതാ കുഴി ഏതാ തിരിച്ചറിയാൻ പറ്റാതെ ഇന്നലെ അടക്കം ഒരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. രണ്ടാൾക്കാർ, 2 വീലർ യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. 2 വീലർ യാത്രക്കാർ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഴലും കൈകാല് മുറിയലും തലപൊട്ടലുമാണ്. തൊട്ടപ്പുറത്തുള്ള വീടുകാരും ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സുകാരാണ് അത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. VK സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. മുരളി, PP പാഞ്ചാലി, P. നൌഷാദ്, OP രാജേന്ദ്രൻ, UP രവി, UP രാജു, OV പ്രദീപ്, R. രാജൻ, P. രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടിയുണ്ടായില്ലെങ്കിൽ വെള്ളക്കെട്ടിൽ കിടന്നുള്ള പ്രതിഷേധമുൾപ്പെടെ സമരപരിപാടികൾ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.